67ാമത് കേരള സ്കൂൾ കായികമേളയുടെ താരം മലപ്പുറത്തിന്റെ ആദിത്യ അജി. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. 3 സ്വർണം, വ്യക്തിഗത ഇനത്തിൽ ഒരു റിലേയിലൂടെ മറ്റൊരു സ്വർണം കൂടെ. വലിയ സന്തോഷം, അങ്ങനെ മേളയുടെ താരമാവുകയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 3 സ്വർണം ഉറപ്പിച്ച് വന്നത് തന്നെയായിരുന്നു. റിലേ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. ഞങ്ങളുടെ ടീം ഫുള്ള് കൺഫ്യൂഷൻ അടിച്ചു നിന്നൊരു ഇതായിരുന്നു. കാരണം പാലക്കാട് നല്ലൊരു ടീം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ ടീം നല്ല പ്ലാനിങ്ങോടെ, ഞങ്ങളുടെ റിലേ ടീം നല്ല പ്ലാനിങ്ങോടെ ആയിരുന്നു വന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഫുൾ പ്ലാനിങ്ങോടെ. ആ പ്ലാനിങ്ങിലൂടെ തന്നെ, ആ പ്ലാനിങ് തന്നെ വർക്കായി. അതിലൂടെ തന്നെ ഞങ്ങൾക്ക് ഗോൾഡ് നേടാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. 4 മെഡലുകളിൽ ചിലപ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം 100 മീറ്റർ തന്നെയാണോ എന്നുള്ളതാണ്. വേഗറാണിയായി മാറിയത്. ആ 100 മീറ്റർ ആണ് എൻ്റെ മെയിൻ ഇവന്റിലേക്കാളും. കാരണം എനിക്ക് വലിയ ടൈം റെക്കോർഡുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്ത 100 മീറ്റർ ആണ്. അപ്പോൾ അതിൽ തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. പടിയിറങ്ങുകയാണ് സ്കൂൾ മീറ്റുകളിൽ നിന്ന്. ആണ്, ഒരുപാട് സന്തോഷം. ഈ ഈ ഈ 4 മെഡലും കൊണ്ട് തന്നെ പടിയിറങ്ങൽ ഒരുപാട് സന്തോഷം. പക്ഷേ ലാസ്റ്റ് സ്കൂൾസ് ആയതുകൊണ്ട് ഒരു ചെറിയ വിഷമം കൂടെ ഉണ്ട്. ഇനി സ്കൂൾ മീറ്റ്, ഏത് മീറ്റിനേക്കാളും നമുക്ക് വാല്യൂ ഉള്ള മറ്റു മീറ്റുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്കൊരു മോട്ടിവേഷനും കാര്യങ്ങളും ഫുള്ള് നമുക്കൊരു ഇത് കിട്ടുന്ന സ്കൂൾ മീറ്റിലൂടെയാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇനി അടുത്ത ദൗത്യം സർപ്രൈസ് ഞാനായിട്ട് പറയുന്നില്ല, അതൊന്ന് പങ്കുവെക്കാം പ്രേക്ഷകർ. അടുത്ത പുതിയ കോള് വന്നത് റിലയൻസിൽ നിന്നുള്ള കോള്. ഞാൻ ജൂനിയർ നാഷണൽസ് കഴിഞ്ഞപ്പോൾ എനിക്ക് റിലയൻസിൽ നിന്ന് ഒരു ക്യാമ്പിലേക്ക് കോൾ വന്നിട്ടുണ്ട്. സെലക്ഷൻ ആയിട്ടില്ല, ക്യാമ്പിന് ചെന്നാലേ അറിയുള്ളൂ. അപ്പോൾ അതിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കിട്ടിയാൽ ഞാൻ അങ്ങോട്ടാവും, അല്ലെങ്കിൽ ഞാൻ ഹഡിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചിലപ്പോൾ എൻ്റെ സാറിൻ്റെ അടുത്ത് തന്നെ ആവും, അല്ലെങ്കിൽ ഹഡിൽ തന്നെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അക്കാഡമി തന്നെ നോക്കി നിൽക്കും. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും. അപ്പോൾ താരമായി പടിയിറങ്ങുകയാണ്. അവസാനിക്കുന്നില്ല. നമ്മൾ ഈ ആദിത്യ അജി എന്നുള്ള പേര് നമ്മളെല്ലാ കാലത്തും തിളങ്ങി കേൾക്കട്ടെ. വരും മീറ്റുകളിലും നമുക്ക് അങ്ങനെ തിളങ്ങി കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസുദേവ്, 24.